الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ സൂക്ഷ്മതയും തഖ്വയും പുലർത്തി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് സക്കാത്ത് റമദാനിലാണ് കൊടുക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് റമദാനിൽ മിക്കവാറും സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഖുതുബയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. ആ പതിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആളുകൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നത്, സദഖ കൊടുക്കുന്നതൊക്കെ റമദാനിലാണ്. യഥാർത്ഥത്തിൽ റമദാനും സക്കാത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റമദാനിൽ നോമ്പാണ് റമദാനിൽ വിശിഷ്ടമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനം. സക്കാത്ത് ഏതെങ്കിലും ഒരു കാലവുമായി ബന്ധപ്പെട്ടതല്ല. അത് എപ്പോഴാണോ സമയമാകുന്നത് അപ്പോഴൊക്കെ കൊടുക്കണം. ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ശമ്പളം വാങ്ങുമ്പോഴാണ് കൊടുക്കേണ്ടത്. കർഷകരാണെങ്കിൽ കൃഷി വിളവെടുക്കുമ്പോഴാണ് കൊടുക്കേണ്ടത്. വാടകക്കാരാണെങ്കിൽ വാടക കിട്ടുമ്പോഴാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കച്ചവടക്കാരാണെങ്കിൽ വർഷം പൂർത്തിയാകുമ്പോഴാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ സക്കാത്ത് സദഖ എന്ന് പറയുന്ന സംഗതിക്ക് എപ്പോഴും അതിൻ്റെ അവധി എത്തുമ്പോൾ, അതിന് റമദാൻ, ശവ്വാൽ അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി എന്നിങ്ങനെ കണക്കൊന്നുമില്ല. എപ്പോഴാണോ സമയമാകുന്നത് അങ്ങനെ കൊടുക്കണം. സക്കാത്ത് സദഖ എന്നീ രണ്ട് സംജ്ഞകളാണ് ഇതിനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ നിർബന്ധമായി കൊടുക്കുക, ധനികർ കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സക്കാത്തിനെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എല്ലാവരും കൊടുക്കേണ്ടുന്ന ഒരു ഏർപ്പാടായിട്ടാണ്. പണമുള്ളവനും പണമില്ലാത്തവനുമൊക്കെ കഴിവിൻ്റെ രീതിയിൽ, കഴിയുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു നിർബന്ധ ദാനത്തെ, നിത്യദാനത്തെ സംബന്ധിച്ചാണ് ഖുർആനിൽ സക്കാത്ത് എന്ന് പറയുന്നത്. എല്ലാവരും കൊടുക്കണം, നിസ്കരിക്കുന്നത് പോലെ എല്ലാവരും കൊടുക്കണം. സദഖയാണ് നിർബന്ധദാനം. ഇതങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഉപയോഗിക്കാറുള്ളത് എന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ നിർബന്ധദാനത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ സദഖ എന്നും നിത്യദാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് സക്കാത്ത് എന്നുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിൽ നിർബന്ധദാനം അഥവാ തനിക്ക് ഉള്ള സ്വത്തിൻ്റെ
ഒരു ഓഹരി നിർണിതമായിട്ടുള്ള അവകാശികൾക്ക് കൊടുക്കുന്ന സംവിധാനം നിശ്ചയിച്ചു. ഇസ്ലാമിൽ മാത്രമല്ല, മറ്റ് മതങ്ങളിലും അതുണ്ട്. യഹൂദ മതത്തിലും ക്രൈസ്തവ മതത്തിലൊക്കെ ഉണ്ട്. സിഖ് മതത്തിൽ അത് ദശാംശമാണ്, എന്ന് വെച്ചാൽ 10-1, വരുമാനത്തിൻ്റെ 10-1 നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോൾ ഇസ്ലാമിൽ മാത്രമാണ് സക്കാത്ത് എന്ന് വിചാരിക്കരുത്. എല്ലാ ഈശ്വരീയ ദർശനങ്ങളിലും സക്കാത്ത് ഉണ്ട്. അത് വ്യത്യസ്തങ്ങളായ അളവുമുണ്ട്. ഇസ്ലാമിൽ 2.5% എന്ന് കണക്കാക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണയുണ്ട് ആളുകൾക്ക്, 2.5%മേ കൊടുക്കാവൂന്നില്ല. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവർ കണ്ടെത്തിയ കാര്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് മിനിമം എന്ന് കണക്കാക്കാം. 2.5% മിനിമം കൊടുക്കണം, അതിൽ കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് കണക്കാക്കാം. ഈ സക്കാത്ത് സദഖ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ വ്യവഹരിക്കുന്ന ദാനങ്ങളിൽ ഉൾപ്പെടുന്നതല്ല, മറിച്ച് അത് അവകാശമായി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പാടത്ത് പണിയെടുത്താൽ വൈകുന്നേരം കൂലി കൊടുക്കുമ്പോൾ ഇതെൻ്റെ ദാനമാണെന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇല്ലല്ലോ. ആ കൊടുക്കുന്നത് അയാളുടെ അവകാശമാണ്. ദാനമെന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ച് നമ്മോട് ചോദ്യം ചോദിക്കും. ഇതുപോലെ സക്കാത്ത് സദഖ എന്ന് പറയുന്നത് ദാനങ്ങളിൽ പെടുന്നതല്ല, മറിച്ച് അത് അവകാശികളുടെ അവകാശമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് കൊടുക്കുന്നയാൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളുമില്ല, മറിച്ച് വാങ്ങുന്നവരോട് നന്ദി ഉണ്ടായിരിക്കണം. കാരണം തൻ്റെ ഒരു കടമയും ബാധ്യതയും തീർക്കുന്നതിനെ തന്നെ സഹായിക്കുകയാണ് മറ്റേയാൾ ചെയ്യുന്നത് എന്ന ബോധ്യത്തിലാണ് കൊടുക്കേണ്ടത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സംസ്കാരത്തിൻ്റെ ഒരു ആണിക്കല്ലായിട്ട് വേണമെങ്കിൽ ഈ സക്കാത്ത് സദഖ സംവിധാനങ്ങളെ കാണാം. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയെ അള്ളാഹു തടയുകയും പലിശ ഈ സമൂഹത്തിൽ സാമ്പത്തികമായ മാന്യമുണ്ടാക്കുകയും സദഖ സമൂഹത്തെ വളർത്തുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത്. പലിശ സമൂഹത്തെ തളർത്തും. അത് നമുക്ക് നോക്കിയാൽ അറിയാം. ഏതൊരു നാട്ടിലാണോ പലിശ നിരക്ക് കൂടിയിരിക്കുന്നത് ആ നാട് സാമ്പത്തികമായി പ്രയാസമുള്ള, ഞെരുക്കമുള്ള, കടങ്ങളുള്ള നാടാണ് എന്നാണ്. ഏത് നാട്ടിലാണോ പലിശ നിരക്ക് കുറഞ്ഞു വരുന്നത്, അത് സീറോയിലേക്കൊക്കെ എത്തുന്നത്, ആ നാടാണ് സമൃദ്ധിയുള്ള, സാമ്പത്തികമായി സുസ്ഥിരതയുള്ള നാട് എന്ന് കണക്കാക്കപ്പെടുക. പലിശ ഒരു സമൂഹത്തെ തകർക്കുകയും തളർത്തുകയും ചെയ്യും. അതിന് ബദലായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക സംസ്കാരമാണ് സക്കാത്ത് സദഖ സംവിധാനം എന്ന് പറയുന്നത്. ഈ സക്കാത്ത് സദഖ എന്നത് ഒരു ഭാവത്തിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഈ സക്കാത്ത് വാങ്ങാൻ വേണ്ടി റമദാൻ മാസമാകുമ്പോൾ ആളുകൾ വരും, വീടാന്തരം കയറി സക്കാത്ത് നൽകണമെന്ന് പറയും. എല്ലാവരും സക്കാത്ത് കൊടുക്കും. 50 രൂപയും 10 രൂപയും 20 രൂപയൊക്കെ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ യാചനയായി മാറുന്ന ഒരു സക്കാത്ത് സംവിധാനത്തെക്കുറിച്ചല്ല ഇസ്ലാം പറയുന്നത്. അത് മനുഷ്യരെ സ്വയം പര്യാപ്തരാക്കുന്ന, ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യർക്ക് മുക്തി നൽകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ്. ഇഅ്താഉ മാ യംബഗി ലിമാ യംബഗി കമാ യംബഗി. സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഗ്രന്ഥങ്ങളിൽ കാണാം, ആവശ്യക്കാരന് ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ആവശ്യമുള്ള സന്ദർഭത്തിൽ കൊടുക്കുന്നതിൻ്റെ പേരാണ് സക്കാത്ത് സദഖ എന്ന് പറയുന്നത്. അപ്പോൾ 1,00,000 ആവശ്യമുള്ളവർക്ക് 10,000 കൊടുത്ത് വിടുന്നതിൻ്റെ ഏർപ്പാടുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സക്കാത്ത് കമ്മിറ്റികളെ സംബന്ധിച്ച് പറയുമ്പോൾ, സക്കാത്ത് കമ്മിറ്റികൾ നല്ലതാണ്. എങ്ങനെ നല്ലതാണെന്ന് ചോദിച്ചാൽ, അത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇപ്പം കാണുന്ന ഈ സക്കാത്ത് കമ്മിറ്റികളിൽ പലതും ചെയ്യുന്നത്, ചിലയിടത്തൊക്കെ അല്ലാത്ത രീതിയിലുണ്ട്, പലതും ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആളുകളിൽ നിന്ന് കാശ് പിരിക്കും. എന്നിട്ട് സക്കാത്ത് എന്നും പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ആവശ്യക്കാരൻ ആവശ്യത്തിൻ്റെ തോതനുസരിച്ചല്ല, 10 അപേക്ഷ ഉണ്ടെങ്കിൽ ഈ 10 അപേക്ഷകരെയും പരിഗണിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ച് 1,00,000 ആവശ്യമുള്ളവൻ 5,000 കൊടുത്ത്
അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇന്ന് പലപ്പോഴും സക്കാത്ത് കമ്മിറ്റികൾ പിന്തുടരുന്നത്. അത് ശരിയല്ലെന്ന് മാത്രമല്ല, അത് വലിയ ക്രൂരതയും കൂടിയാണ്. ആളുകൾ മര്യാദയ്ക്ക് സക്കാത്ത് കൊടുക്കുന്നത് പോലും ഇല്ലാതാക്കിയിട്ട് പിടിച്ചു വാങ്ങിയിട്ട് ഒരുതരം വൃത്തികെട്ട ഒരു രീതി നാട്ടിൽ നടപ്പിലാക്കുന്നതിൻ്റെ പേരാണത്. അതുകൊണ്ട് സക്കാത്ത് കമ്മിറ്റികൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ പിന്തുണക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള സക്കാത്ത് കമ്മിറ്റികളുമായി സഹകരിക്കുന്നതും ശരിയല്ല. എന്നാൽ മനുഷ്യൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്ന, ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് ഒരാളാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന സക്കാത്ത് സംവിധാനമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അഭിനന്ദനീയമാണ്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അതിലൂടെ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ, ആർത്തിയുടെ, ധനത്തോടുള്ള ഒരുതരം പൂജാ മനസ്ഥിതിയുടെ ഒക്കെ ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുകയും അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ശുദ്ധീകരണം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം കാരുണ്യം, അപരനോടുള്ള കരുതൽ, സ്വത്ത് തൻ്റേതല്ലെന്നുള്ള ബോധം, തനിക്ക് ഇത് നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദി, ഇതൊക്കെ അതിലൂടെ പ്രകടമാവുകയും ചെയ്യും. പിശുക്കിൽ നിന്നുള്ള മോചനമാണ് കാര്യമായിട്ടുണ്ടാവുക. ഈ സ്വത്ത് എൻ്റേതല്ല, ഇത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ പിശുക്ക് നമ്മിൽ നിന്നില്ലാതാകും. ഏറ്റവും വലിയ ഒരു സ്വഭാവ ദൂഷ്യമാണല്ലോ ഈ പിശുക്കെന്ന് പറയുന്നത്. ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുക, തൻ്റേതാണെന്ന് വിചാരിക്കുക, അതിലിങ്ങനെ ഒരു അഭിരമിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക, അതിൽ നിന്നുള്ള മോചനം ഈ സക്കാത്ത് സദഖയിലൂടെ ഉണ്ടാകും. എന്തിനൊക്കെയാണ് കൊടുക്കേണ്ടത്? എല്ലാറ്റിനും കൊടുക്കണം. ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. സ്ത്രീകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആഭരണം, ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ലോക്കറിൽ വെച്ചതിനെ കൊടുക്കേണ്ടതുള്ളൂ. നല്ല, ധരിക്കുന്നതിനും കൊടുക്കണം. ഒരു പവനാണെങ്കിൽ ഒരു പവന് കൊടുക്കണം. ഒരു മോതിരമാണെങ്കിൽ അതിന് കൊടുക്കണം. കാരണം ആഭരണം എന്ന് പറയുന്നത് അനിവാര്യമായൊരു സംഗതിയല്ല, അത് ആഡംബരമാണ്. ആഡംബരത്തിന് തീർച്ചയായും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ആഭരണം അണിഞ്ഞാലേ സ്ത്രീയാകൂ എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആഭരണം എത്രയാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം. അതിന് 10 പവനാകാൻ കാത്തു വെക്കേണ്ടതൊന്നുമില്ല. ഒരു പവനാണുള്ളതെങ്കിൽ ഒരു പവന് കൊടുക്കണം. അതുപോലെ വരുമാനമുള്ള മറ്റെല്ലാറ്റിനും കൊടുക്കണം. വാടക കെട്ടിടമുണ്ടെങ്കിൽ അതിന് കൊടുക്കണം. വാടകയ്ക്ക് റെൻ്റേ കാർ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കണം. ബസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. കൃഷിയുണ്ടെങ്കിൽ കൃഷിക്ക് കൊടുക്കണം. കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിന് കൊടുക്കണം. കോഴി ഫാം, ആട് ഫാം പോലുള്ള ഫാമുകളുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിന് കൊടുക്കണം. ബാങ്കിലുള്ള ബാലൻസിന് കൊടുക്കണം. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തിന് കൊടുക്കണം. ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. ജോലിയുള്ളവരാണെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കണം. എന്താണോ വരുമാനമുള്ളത് എല്ലാ വരുമാനങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം. അതിൽ വിട്ടുവീഴ്ചയില്ല. കാരണം അത് സമൂഹത്തിൻ്റെ അവകാശമാണ്, ദരിദ്രൻ്റെ അവകാശമാണ്. അത് കൊടുത്തേ മതിയാവുള്ളൂ. പക്ഷേ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പൊരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് നീതിയിലധിഷ്ഠിതമായി ആണ് നിശ്ചയിക്കപ്പെടേണ്ടത്. കച്ചവടത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പലതും പറഞ്ഞു കളയും. എല്ലാ വർഷവും ക്യാപിറ്റലിന് സക്കാത്ത് കൊടുക്കണം, എല്ലാ വർഷവും അതിൻ്റെ മുടക്ക് മുതലിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറയും. ഒരിക്കലും അത് നീതിയല്ല. നിങ്ങൾ നോക്കൂ, കൃഷിഭൂമിക്ക്, ആ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന കാർഷിക വിളകളുടെ സക്കാത്തേ കൊടുക്കേണ്ടതുള്ളൂ, ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വാടകക്ക് കെട്ടിടമുണ്ടെങ്കിൽ കെട്ടിടത്തിനല്ല സക്കാത്ത്, വാടകയ്ക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കൊരു ബസ് സർവീസ് നടത്തുന്നുവെങ്കിൽ ആ ബസ്സിനല്ല സക്കാത്ത്, ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണ് സക്കാത്ത്. പക്ഷേ കച്ചവടക്കാരോട് പറയുന്നു കച്ചവടത്തിൻ്റെ വരുമാനത്തിനല്ല, കച്ചവടത്തിൻ്റെ ആസ്തിക്ക് തന്നെ കൊല്ലാകൊല്ലം കൊടുക്കണമെന്ന് പറയുന്നു. അത് അനീതിയാണ്, അത് കടുത്ത അനീതിയാണ്. കച്ചവടക്കാർ ചെയ്യേണ്ടത് അവരുടെ കച്ചവടത്തിൻ്റെ വേരിയേഷൻ, കഴിഞ്ഞ വർഷം 1 കോടി രൂപയുടെ സാധനമുണ്ട്, ഈ വർഷം 1.25 കോടിയുടെ രൂപയുടെ സാധനമാണുള്ളതെങ്കിൽ ഈ 25 ലക്ഷത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വേരിയേഷനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്കിനേക്കാൾ ഈ വർഷം സ്റ്റോക്ക് കുറവാണെങ്കിൽ അയാൾ നഷ്ടത്തിലാണ്, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അല്ലാതെ എല്ലാ വർഷവും മുടക്ക് മുതലിന് ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കാൻ യഥാർത്ഥത്തിൽ കച്ചവടക്കാർക്ക് കഴിയില്ല. ഇപ്പോൾ സ്വർണ്ണ കച്ചവടക്കാർ 10 കിലോ ഗോൾഡ് ഉണ്ട്,
10 കിലോ ഗോൾഡിന് എല്ലാ വർഷവും 2.5% സക്കാത്ത് കൊടുത്താൽ അത്രയും ശതമാനം അയാൾക്ക് ലാഭം കിട്ടൂല. 1% പോലും ലാഭം ഉണ്ടാവില്ല. പിന്നെ ആവർത്തിച്ച് നടക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നത് അത് സാങ്കല്പികമായ ചോദ്യമാണ്. അതുകൊണ്ട് വർഷാവർഷം ക്യാപിറ്റലിന് ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് നീതിയല്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ മുടക്ക് മുതലില്ലാത്ത കച്ചവടമുണ്ട്. പച്ചക്കറി കച്ചവടക്കാരന് കാര്യമായിട്ട് മുടക്ക് മുതലൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്വർണ്ണക്കടയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കച്ചവടം അവിടെ നടക്കും. വൈകുന്നേരം നോക്കിയാൽ 2 കൊട്ടയേ ഉണ്ടാവുള്ളൂ. ഇയാൾ എന്തിനാ സക്കാത്ത് കൊടുക്കേണ്ടത്? മുടക്ക് മുതലിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് സങ്കല്പിച്ചാൽ പച്ചക്കറി കച്ചവടക്കാരന് ഒന്നിനും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. മീൻ കച്ചവടക്കാർ, വലിയ ഹോൾസെയിലായിട്ട് മീൻ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടാകും. അവർ വൈകുന്നേരം നോക്കിയാൽ അവർക്ക് എന്താ ഉണ്ടാകുക? മുടക്ക് മുതൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാകും. മുടക്ക് മുതലായിട്ട് ക്യാപിറ്റലായിട്ട് സ്റ്റോക്ക് എടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. അവരെന്തിനാ സക്കാത്ത് കൊടുക്കുക? അപ്പോൾ നീതിയല്ലാതെ വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ബാധകമാണ്. അത് മീൻ കച്ചവടക്കാരനും ബാധകമാണ്, പച്ചക്കറി കച്ചവടക്കാരനും ബാധകമാണ്, ഇറച്ചി കച്ചവടക്കാരനും ബാധകമാണ്, മറ്റെല്ലാ ബിസിനസ്സുകാരനും ബാധകമാണ്. അപ്പോൾ വരുമാനത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ക്യാപിറ്റലിന് എല്ലാ വർഷവും ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത് അനീതിയാണ്. അത് ഇസ്ലാമികമല്ല, അത് ഖുർആനികമല്ല. എന്ന് മാത്രമല്ല, ഖുർആനിലും ഹദീസിലുമൊക്കെ സക്കാത്തിന്റെ കാര്യം വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് കച്ചവടം ഉൾപ്പെട്ടിട്ട് പോലും ഇല്ല. കാരണം കച്ചവടം സ്വയം ഒരു സക്കാത്താണ് എന്നാണ് സങ്കല്പം. കച്ചവടത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടുന്നുണ്ട്. ഒന്ന്, നേർക്കുനേരെ ആ കടയിൽ ജോലി ചെയ്യുന്നവർ. രണ്ടാമത്, ആ കടയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന ആയിരങ്ങൾ. അപ്പൊ കച്ചവടം സ്വയം ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് നേർക്കുനേരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് കച്ചവടത്തിന് ആവർത്തിച്ച് വർഷാവർഷം ക്യാപിറ്റലിന് സക്കാത്ത് കൊടുക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അത് ശരിയായ ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ ശരിയായ രീതിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. വേരിയേഷൻ, ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റത്തിന് മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, ലാഭത്തിന് വരുമാനത്തിന് മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, സദക്ക കൊടുക്കേണ്ടത്? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 8 അവകാശികളാണ് ഖുർആൻ എണ്ണിയിട്ടുള്ളത്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ. 8 അവകാശികളുണ്ട്. ഒന്ന് ഫഖീറാണ്, മറ്റൊന്ന് മിസ്കീനാണ്. ഫഖീറും മിസ്കീനും. ഫഖീർ, മിസ്കീൻ എന്ന് പറയുന്നത് ഒന്ന് പരമദരിദ്രനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാണാവുന്ന ആളുകളാണ് ഫഖീർ എന്ന് പറയുന്നത്. അയാളുടെ ദാരിദ്ര്യം പ്രത്യക്ഷമാണ്, എല്ലാവർക്കും അറിയാൻ കഴിയും. അങ്ങനെയുള്ളവർ സക്കാത്തിൻ്റെ ഒന്നാമത്തെ അവകാശികളാണ്. രണ്ടാമത്തത് മിസ്കിൻ. പ്രത്യക്ഷത്തിൽ അയാൾ ദരിദ്രനാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ അകത്തയാൾ ദരിദ്രനായിരിക്കും. പ്രത്യക്ഷത്തിൽ നല്ല വേഷവും നല്ല ജീവിതവും ഒക്കെ ആയിരിക്കും, പക്ഷേ അകത്ത് ദരിദ്രനായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാകുന്ന വിധം സക്കാത്ത് കൊടുക്കണം. മൂന്നാമത്തത് വൽ ആമിലീന അലൈഹ. സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനും ഒക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ ശമ്പളം ഈ സക്കാത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. മനസ്സിണക്കപ്പെട്ടവർ. ഇത് ധാരാളം ചർച്ചയായിട്ടുള്ളൊരു സംഗതിയാണ്. മനസ്സിണക്കപ്പെട്ടവർ എന്നുള്ളതിന് നമ്മുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ തഫ്സീറുകളൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് മതം മാറാൻ സാധ്യതയുള്ള ആളുകൾക്ക് മതം മാറുന്നതിന് വേണ്ടി സക്കാത്ത് കൊടുക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ഭാഷയിൽ മനോരോഗികളായിട്ടുള്ള ആളുകളെയാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മാനസികമായി ഭ്രമമുള്ള, മറ്റുള്ളവരെ പോലെ ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ മാനസികമായി അവർ സ്റ്റേബിൾ അല്ല. അവർക്ക് നേരാവണ്ണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അവരെ സമൂഹം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. വഫിർ റിഖാബി. പിരടിയിൽ ഭാരമുള്ള ആൾക്കാർ. ഒരുപാട് ഭാരമുള്ള വരുമാനമൊക്കെ ഉണ്ടാകും, പക്ഷേ ആ വരുമാനം കൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയും സക്കാത്ത് കൊടുത്ത് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വൽ ഗാരിമീന. കടം കൊണ്ട് വലയുന്ന ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്കും സക്കാത്ത് മുഖാന്തിരം മോചനവും മുക്തിയും നൽകാൻ കഴിയണം. വഫീ സബീലില്ല. ധർമ്മമാർഗത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളോടൊക്കെ സഹകരിക്കണം. വബിനി സബീലി. തെരുവിൻ്റെ പുത്രന്മാർ.
വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം. ഫരീദത്തം മിനല്ലാഹ്, ഇതൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. ഈ 8 അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആലോചിക്കേണ്ടത്, ഇവിടെ ഒരിടത്ത് പോലും മുസ്ലിമായ എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമായ ദരിദ്രൻ, മുസ്ലിമായ കടമുള്ളവർ, മുസ്ലിമായ മനോരോഗികൾ, മുസ്ലിമായ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മനുഷ്യരെയാണ് ഇവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് കൊടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരല്ല, മറിച്ച് മനുഷ്യർക്ക് നൽകുന്നതാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഉമറുൽ ഫാറൂഖ് ഒരിക്കൽ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ യാചിക്കുന്ന ചില വൃദ്ധരെ കാണുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ യാചിച്ച് നടക്കുന്നത്? അദ്ദേഹം ഖലീഫയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പം ജോലിയും വരുമാനമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത മാസം മുതൽ 60 വയസ്സ് കഴിയുന്ന എല്ലാ ആളുകൾക്കും സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് അനിവാര്യമായ പെൻഷൻ കൊടുക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പോയി ഉത്തരവിടുകയും അടുത്ത മാസം മുതൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. ആ കണ്ട ആളുകളൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല, യഹൂദരായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഉദ്ഹിയ്യത്ത് കൊടുക്കേണ്ടത്, മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പ്രസംഗിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കണം, ഇസ്ലാമിൽ അങ്ങനെയില്ല എന്ന്. മാത്രമല്ല, ഫിഖ്ഹു സക്കാത്ത് എന്ന് പറയുന്ന തൻ്റെ തിസീസിൽ യൂസുഫുൽ ഖർലാവി എഴുതുന്നു, ഫക്കീർ എന്ന് പറയുന്നത് മുസ്ലിമായ ഫക്കീറും മിസ്കീൻ എന്ന് പറയുന്നത് മുസ്ലിം അല്ലാത്ത ദരിദ്രനും എന്ന അർത്ഥത്തിലാണെന്ന് ഉമറുൽ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ടെന്ന്. അതെങ്കിലൊന്ന് വായിച്ചു നോക്കണ്ടേ? അപ്പോൾ മുസ്ലിം അമുസ്ലിം ഭേദമില്ല. സക്കാത്ത് ആർക്കാണോ ആവശ്യം, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ നാട്ടിൽ പ്രദേശത്ത് ആരാണോ അവശത അനുഭവിക്കുന്നത്, അയാളുടെ പേര് മുഹമ്മദ് എന്നാകട്ടെ, കൃഷ്ണൻ എന്നാകട്ടെ, വർഗീസ് എന്നാകട്ടെ, എന്താണെങ്കിലും പേരോ മതമോ കുലമോ ജാതിയോ നോക്കിയല്ല, അയാൾ അവകാശിയാണോ എന്ന് നോക്കി, ആ അവകാശിയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ ആണ് ഇസ്ലാം പറയുന്നത്, കൽപ്പിക്കുന്നത്. ദരിദ്രൻ്റെ ദാരിദ്ര്യം ഇല്ലാതാകണം, ദാരിദ്ര്യമില്ലാത്തൊരു സമൂഹം ഉണ്ടാകണം, എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുങ്ങണം. അവിടെ മതമില്ല. മതം അല്ല, മനുഷ്യനെയാണ് കാണേണ്ടത്, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ. അതെല്ലായിടത്തും അങ്ങനെയാണ്. നിങ്ങൾ ഈ മിസ്കീനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നോക്ക്, ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അതിൻ്റെ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥരെ പരിഗണിക്കാത്ത ആളുകൾ, അവരാണ് മതനിഷേധികൾ അല്ലെങ്കിൽ ധർമ്മനിഷേധികൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അനാഥർ എന്ന് പറയുന്നിടത്ത് മുസ്ലിമായ അനാഥനെന്നുണ്ടോ? അച്ഛനില്ലാത്ത, അപ്പനില്ലാത്ത, വാപ്പയില്ലാത്ത എല്ലാ കുട്ടികളും അനാഥരാണ്. ഉമ്മയില്ലാത്ത കുട്ടികൾ അനാഥരാണ്, അമ്മയില്ലാത്ത കുട്ടികൾ അനാഥരാണ്. അനാഥത്വത്തിന് മതമുണ്ടോ? അനാഥത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പതിതമായ അവസ്ഥയാണ്. ആകാശ ചുംബനം, നക്ഷത്ര ചുംബനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണത്. ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ്. അവിടെ എന്ത് മതം? വേദനയ്ക്കെന്ത് മതമാണുള്ളത്? അതുകൊണ്ട് അനാഥർ എന്ന് പറയുന്നിടത്ത് മതമില്ല. എല്ലാ അനാഥരും, അത് മനുഷ്യൻ മാത്രമല്ല, ഒരു പൂച്ച പ്രസവിച്ചു, തള്ളപ്പൂച്ച ചത്തുപോയി എങ്കിൽ അനാഥരാണ് ആ പൂച്ച കുഞ്ഞുങ്ങൾ, അതും യത്തീമിൽപ്പെടും. അതിനെയും എടുത്ത് പരിപാലിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അതിന് പാല് കൊടുക്കണം, അതിനെ വളർത്തണം. തണല് നഷ്ടപ്പെടുന്നവർക്ക് തണലായി നിൽക്കാൻ വിശ്വാസിക്ക് കഴിയണം. അങ്ങനെയാണ് പ്രവാചകന്മാർ ചെയ്തത്. തണലായിരിക്കലാണ് അനാഥരെ പരിഗണിക്കാത്തവൻ. പിന്നെയോ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് വേണ്ടി, അവരുടെ അന്നത്തിന് വേണ്ടി പ്രയത്നിക്കാത്തവൻ. ഇവിടെ മിസ്കീൻ എന്ന് പറയുമ്പോൾ മിസ്കീനിൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്. മിസ്കീൻ അത് നിരുപാധികമാണ്. അത് മതനിഷേധിയാണെങ്കിലും, ഒരാൾ മതനിഷേധിയാണ്, മതത്തെ നിശിതമായി വിമർശിക്കുന്നവരാണ്, പക്ഷേ പട്ടിണിയാണ്, അയാളുടെ വീട്ടിൽ അന്നം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് മതമെന്ന് പറയുന്നത്. അയാൾ മതനിഷേധിയല്ലേ എന്ന് നോക്കിയിട്ടല്ല, മനുഷ്യനെയാണ് പരിഗണിക്കേണ്ടത്. ബാക്കി പടച്ചോനാവട്ടെ, എന്തിനാ നമ്മൾ അതിൽ ഇടപെടുന്നത്? ഒരാളുടെ മതനിഷേധമോ ജീവിതമോ അത് പടച്ചോൻ തീരുമാനിക്കട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് മനുഷ്യനെയാണ്, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ സക്കാത്തിനെ പുനർവായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരം, എന്താണോ നമ്മുടെ വീട്ടിൽ അധികമായിട്ടുള്ളത് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ദാനമല്ല, മറിച്ച് ഇതൊരു പങ്കുവെക്കലാണ്.
ഒരു പങ്കുവെക്കൽ സംസ്കാരമാണ്, ഷെയർ ചെയ്യൽ സംസ്കാരമാണ് എന്നർത്ഥം. വഫി അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. ഖുർആൻ പറയുന്നു, പാവപ്പെട്ടവർക്ക് സ്വത്ത് സമ്പാദിക്കാൻ ശാരീരികമായോ മറ്റോ സാഹചര്യമില്ലാത്ത ആളുകൾക്ക് സ്വത്തുള്ളവരുടെ സ്വത്തിൽ അവകാശം അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ ഒരായത്തുണ്ട്, സൂറത്തുൻ നൂറിൽ, ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ വലാ അലൽ മരീലി ഹറജുൻ എന്ന് പറയുന്ന ഒരായത്തുണ്ട്. അത് അംഗവൈകല്യമുള്ള ആളുകൾ, അന്ധരായ ആളുകൾ, രോഗം ബാധിച്ച ആളുകൾ, അവർക്ക് ഏത് വീട്ടിൽ നിന്നും ഭക്ഷണം ചോദിച്ച് വാങ്ങാനും കഴിക്കാനുമുള്ള അവകാശമുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏത് വീട്ടിലും കയറി ചെന്ന് എനിക്ക് ഭക്ഷണം വേണം, വിശക്കുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക്. കാരണം അവരെ ഊട്ടേണ്ടത്, അവർക്ക് അന്നം നൽകേണ്ടത് അന്നാട്ടിലുള്ള ആരോഗ്യമുള്ള ആളുകളുടെ ബാധ്യതയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റൂല. ആ വീട്ടുകാർക്കില്ലെങ്കിൽ പോലും അയാൾക്ക് കൊടുക്കണം. വീട്ടിൽ കയറി ചെന്ന്, ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചില മുഫസ്സിറുകൾ എഴുതി വച്ചിരിക്കുന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോലും അവർക്ക് അവകാശം ഉണ്ടെന്നാണ്. പറഞ്ഞു വരുന്നത്, പാവപ്പെട്ടവരെ പരിഗണിക്കുന്നതിൻ്റെ പേരാണ് സക്കാത്ത് സദഖ എന്ന് പറയുന്നത്. അതാരുടെയും ഔദാര്യമൊന്നുമല്ല. അത് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളെ കൊണ്ട് കാര്യമില്ല. ആയിഷ ബീവി പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ അയാളുടെ സ്വത്ത് അയാൾ വർദ്ധിപ്പിച്ചാൽ ആ സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശം എന്ന നിലക്ക് അയാൾക്ക് ഹറാമാണ്. ആ സക്കാത്ത് കലർന്നത് എന്നുള്ള നിലക്ക് അയാളുടെ മൊത്തം സ്വത്തും അയാൾക്ക് ഹറാമായിട്ട് വരും എന്നാണ്. അത് മറ്റുള്ള ആരാധനകളെ പോലെയല്ല. ഇത് മനുഷ്യരിലേക്ക്, ഇപ്പം നിങ്ങൾ ഒരാൾ നിസ്കരിക്കുന്നു, നിസ്കരിക്കാതിരിക്കുന്നു, അത് അയാളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അയാളും അള്ളാഹുവും തമ്മിലുള്ള ഇടപാടാണ്. നോമ്പെടുക്കുന്നു, നോമ്പെടുക്കാതിരിക്കുന്നു, അയാളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയാണ്, അള്ളാഹുവുമായിട്ടുള്ള ഇടപാടാണ്. പക്ഷെ നിങ്ങൾ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അത് അള്ളാഹുവുമായിട്ട് മാത്രം ബന്ധപ്പെടുന്നതല്ല, അത് അവകാശപ്പെട്ടവൻ്റെ അവകാശത്തെ നിഷേധിക്കലാണ്, അത് മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതിന് ഈ മനുഷ്യ സമൂഹം മുഴുവനും നമുക്കെതിരെ സാക്ഷികളായിത്തീരും. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായി അതാത് സമയത്ത് ഒട്ടും താമസിക്കാതെ കൊടുക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ അല്പം മുമ്പ് തന്നെ കൊടുക്കേണ്ടതാണ്. അതിന് റമദാനിലേക്ക് പോലും കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം. ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് അവകാശപ്പെട്ട മനുഷ്യരിലേക്ക് എത്താതെ പോവുകയും അവരക്കാരണത്താൽ ഏതെങ്കിലും തരത്തിലൊരു ദൈന്യതയോ പ്രയാസമോ അനുഭവിക്കേണ്ടി വരികയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കായിരിക്കും. ഇത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, സ്വന്തം അയൽപക്കത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. സ്വന്തം കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വീടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കണം. അവർക്ക് രോഗികളാണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം. അവർക്ക് വരുമാനമില്ലെങ്കിൽ അവർക്കൊരു പശുവിനെയോ എരുമയെയോ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണ് അവരെ സ്വയം പര്യാപ്തരാക്കുക. നിങ്ങൾ സക്കാത്ത് എന്ന് പറഞ്ഞ ചാരിറ്റി അല്ല കേട്ടോ, അങ്ങനെയും കൂടി മനസ്സിലാക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ചാരിറ്റി അല്ല, സഹായിക്കലല്ല. സഹായവും സക്കാത്തും തമ്മിലൊരു ബന്ധവുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം സക്കാത്ത് വാങ്ങിയാൽ അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കണം. ആ രീതിയിലാണ് സക്കാത്ത് സംവിധാനിക്കേണ്ടത്. എല്ലാ കൊല്ലവും വാങ്ങാൻ ഒരു കൂട്ടരും എല്ലാ കൊല്ലവും കൊടുക്കാൻ ഒരു കൂട്ടരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. മറിച്ച് ഇക്കൊല്ലം സക്കാത്ത് വാങ്ങിയ ആൾ അടുത്ത വർഷം സക്കാത്ത് കൊടുക്കുന്ന രീതിയിലാവണം. അപ്പോൾ ഒരു വീട്ടിൽ വരുമാനമില്ലാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ 2 സ്ത്രീകളുണ്ട്, അവർക്ക് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റൂല, എങ്കിൽ അവർക്ക് 2 പശുവിനെ വാങ്ങിക്കൊടുക്കുക, കറവ പശുവിനെ. അതാണ് സക്കാത്ത്. അവരാ പശുവിൻ്റെ പാല് വിറ്റിട്ട് അടുത്ത വർഷം അവർ സക്കാത്ത് കൊടുക്കട്ടെ. അല്ലെങ്കിൽ 2 എരുമയെ വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ ഒരു 50 കോഴിയെ വാങ്ങിക്കൊടുക്കണം. ഒരുപാട് ആളുകൾ ഒരു പ്രദേശത്ത് പാവങ്ങളുണ്ട് എങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കൊടുക്ക്. എന്നിട്ട് അവർക്കൊക്കെ അവിടെ ജോലിയും കൊടുക്ക്. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ നിത്യവരുമാനം ഉണ്ടാക്കി കൊടുക്കലാണ്. ഖുർആനിലൊരു പ്രയോഗമുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. നിങ്ങളൊക്കെ എപ്പോഴും വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന സൂറത്ത്. ആ സൂറത്തിലൊരു പ്രയോഗമുള്ളത് അമ്മ സഫീനത്തു ഫകാനത്ത് ലി മസാകീന, മിസ്കീന്മാരുടെ കപ്പൽ എന്നാണ്. മിസ്കീന്മാർക്ക് ഇങ്ങനെയാ കപ്പലുണ്ടാകുക? കപ്പൽ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിയുടെ സ്വത്തല്ലേ. സഫീനത്ത് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്താണ്. അതെങ്ങനെയാണ് മിസ്കീൻ ഉണ്ടാവുക? അമ്മ സഫീനത്തുലി കാനത്തിലി മസാക്കീന, മിസ്കീന്മാർക്കുള്ളതായിരുന്നു ആ കപ്പൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂചന ഉള്ളത് അത് സക്കാത്ത് ഫണ്ടിലൂടെ മിസ്കീന്മാർക്ക് വേണ്ടി ആരോ ഉണ്ടാക്കിക്കൊടുത്ത, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത ഒരു കപ്പലാണത്. മിസ്കീന്മാർക്ക് ബസ്സുണ്ടാകാം,
ഒരു ബസ് സക്കാത്തിൻ്റെ ഫണ്ട് കൊണ്ടുണ്ടാക്കുന്നു, എന്നിട്ട് 10 മിസ്കീന്മാരുടെ ഓണർഷിപ്പിൽ അവർക്കത് കൊടുക്കുന്നു. ആ വണ്ടി ഓടുന്നത് പിന്നെ അതിൻ്റെ വരുമാനം ഈ 10 ആളുകൾക്ക്. ഇങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് സഹായിക്കലല്ല, അത് ചാരിറ്റിയല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന വിധം, അവനെ നിത്യവരുമാനമുള്ളവരാക്കുന്ന വിധം അവരെ വളർത്തുന്നതിൻ്റെ, ഉയർത്തുന്നതിൻ്റെ, സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സഹോദരീ സഹോദരന്മാരെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഈ സക്കാത്ത് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിക്കുക മഹല്ലുകൾക്കാണ്. സംഘടനകൾ സക്കാത്ത് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി തീരുകയും ആ സംഘടനയുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് അത് തടയപ്പെടാൻ ഇടയാവുകയൊക്കെ ചെയ്യും. അതിൻ്റെ ശേഖരണത്തിലും വിതരണത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. മഹല്ലാകുമ്പോൾ അങ്ങനെയല്ല. മഹല്ല് കമ്മിറ്റി ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാവണം. അവിടെ സംഘടനകളോ ഗ്രൂപ്പുകളോ ഒന്നും തടസ്സമാകരുത്, മതം പോലും തടസ്സമാകരുത്. ഒരു മഹല്ലിൽ താമസിക്കുന്ന ഹിന്ദുവും മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മനുഷ്യ സഞ്ചയത്തെ ഉൾക്കൊള്ളുന്ന സംവിധാനത്തിൻ്റെ പേരാകണം മഹല്ല്. മഹല്ലിൽ സക്കാത്ത് ശേഖരിക്കുക, എന്നിട്ട് ആ മഹല്ലിലെ അവകാശികൾക്ക് മഹല്ല് തന്നെ ഈ രീതിയിൽ സ്വയം പര്യാപ്തരാക്കുന്ന രീതിയിൽ വിതരണം ചെയ്യുക. 10 വർഷം കൊണ്ട് ദാരിദ്ര്യം എന്ന പ്രശ്നം തന്നെ ഇല്ലാതാകും. വീടില്ലാത്തവരുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മഹല്ല് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മതി. ഇത് ആളുകളിൽ നിന്ന് കാശ് വരിസംഖ്യ വിരിക്കുക, എന്നിട്ട് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുക, മഹല്ലിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെയല്ല വേണ്ടത്. സക്കാത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഇത്ര വലിയൊരു സംവിധാനം മറ്റെവിടെയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യക്ഷമമായിട്ടാണ് നമ്മുടെ മഹല്ലുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ മഹല്ല് ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഒരു നാട്ടിലെ മഹല്ലുകളുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാകണം. ആ മഹല്ലിനെ സംബന്ധിച്ച് അവിടെ എത്ര രോഗികളുണ്ട്, എത്ര തൊഴിലുള്ളവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്, എത്ര വിദേശത്ത് പോകുന്നവരുണ്ട്, വിദേശത്ത് പോയിട്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന കൃത്യമായ ഡാറ്റ ഉണ്ടാകണം. എന്നിട്ട് വർഷം തികയുമ്പോൾ സമീപിക്കണം, നൽകാൻ അർഹരായ ആളുകളെ സമീപിക്കണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ ഇത്ര സക്കാത്ത് നൽകാനുണ്ട്, തരണം, അത് വാങ്ങണം. എന്നിട്ട് ആ നാട്ടിലെ അവകാശികൾ പാവപ്പെട്ടവരാരാണോ അവർക്ക് എത്തിച്ചു കൊടുക്കണം. വളരെ പെട്ടെന്ന് നമ്മുടെ നാട് സമൃദ്ധമായി തുടങ്ങും, ഒരു പ്രശ്നമില്ലാതെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് പുറം നാടുകളിലേക്ക് കൊടുത്തയച്ചിരുന്നു. ഇതൊന്നും കഥ മാത്രമല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഇച്ഛാശക്തിയുള്ള നേതൃത്വമുണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ, സംഘടനകൾക്ക് അതീതമായി ചിന്തിക്കാൻ കെൽപ്പുള്ള ആർജവമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഏത് നാട്ടിലും നടപ്പിലാകാൻ സാധ്യതയുള്ള സംഗതിയാണിത് എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.